നമ്മൾ നേരിട്ട് ചർച്ചയിലേക്ക് കടക്കുകയാണ്. ആദ്യം ഗർഭഛിദ്രം സംബന്ധിച്ച നിയമം കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്യുന്നു എന്നുള്ള വാർത്ത. ഗർഭഛിദ്രം നടത്താൻ ആയുർവേദ ഹോമിയോ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും നൽകുന്നതുൾപ്പെടെയുള്ള കാതലായ മാറ്റങ്ങളാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതെന്ന് ഞങ്ങൾ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം ഭേദഗതി ബിൽ ഈ മാസം അവസാനം ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിലും അവതരിപ്പിക്കും. 20 ആഴ്ച, അതായത് ഗർഭസ്ഥ ശിശു 20 ആഴ്ച ആവുന്ന മുറയ്ക്ക് അതിനു മുൻപായി തന്നെ അബോർഷൻ നടത്തണമെന്നുള്ള നിയമത്തിലും ചില ഇളവുകൾ വരുത്തി 24 ആഴ്ചയാക്കാനും ഉദ്ദേശിക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നമ്മോടൊപ്പം ഇന്ന് എക്സ്പെർട്ട് പാനലുള്ളത് പ്രഗത്ഭരായ ഡോക്ടർമാർ തന്നെയാണ്. ഡോക്ടർ ജയപ്രകാശ്, അദ്ദേഹം പീപ്പിൾസ് ഡോക്ടേഴ്സ് ഫോറത്തിൻ്റെ പ്രതിനിധിയാണ്. അതോടൊപ്പം മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് സർജനുമാണ്. ഒപ്പം ഡോക്ടർ സജി PR ചേരുന്നു, ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം. ഡോക്ടർ ഗണേഷ് ദാസ്, എറണാകുളം പടിയാർ ഹോമിയോ മെഡിക്കൽ കോളേജിലെ ലെക്ചറാണ്. ഹോമിയോപ്പതിക് വിഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡോക്ടർ ഗണേഷ് ദാസ് ഉണ്ട്. ഒപ്പം ഡോക്ടർ പ്രശാന്ത് CV ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹം IMAയുടെ ജേണലിൻ്റെ എഡിറ്റർ കൂടിയാണ്. ആദ്യം ഡോക്ടർ പ്രശാന്തിലേക്ക് തന്നെ വരുന്നു. ഇന്ന് നമുക്ക് കിട്ടിയ വാർത്ത, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം, അതായത് ആയുർവേദ ഹോമിയോ വിഭാഗത്തിലുള്ള ഡോക്ടർമാർക്കും ഇനി മുതൽ ഗർഭഛിദ്രം നടത്താനുള്ള അവകാശം നൽകിക്കൊണ്ടുള്ള നിയമ ഭേദഗതി പാർലമെൻറ്റ് സെഷനിൽ വരുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു? ആദ്യ പ്രതികരണം. ഇവിടെ അടിസ്ഥാനമായിട്ട് 2 വിഷയങ്ങളാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ 20 ആഴ്ച എന്ന് പറയുന്നത് 24 ആഴ്ചയിലേക്ക് നീങ്ങുന്ന സംബന്ധിച്ചുള്ള ചില നല്ല ഭേദഗതികളും, അതേസമയം ഈ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നാണ് ഗർഭഛിദ്രം എന്ന് നമ്മൾ താരതമ്യേന ലളിതമായി പറയുന്നെങ്കിൽ പോലും. അപ്പോൾ ഈ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ സ്വാഭാവികമായ ഗർഭാവസ്ഥ സാങ്കേതികമായി വൈദ്യശാസ്ത്രപരമായ കാരണങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കേണ്ട അവസ്ഥകളിൽ ചെയ്യേണ്ട പ്രക്രിയയാണ് മെഡിക്കൽ ടെർമിനേഷൻ എന്ന് പറയുന്നത്. ആ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി തീർച്ചയായിട്ടും മെഡിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ചെയ്യേണ്ടത്, ഏറ്റവും അടിസ്ഥാനപരമായിട്ട്. രണ്ടാമത്, ഈ മെഡിക്കൽ ടെർമിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ മരുന്നുകൊണ്ടും ചെയ്യും, ശസ്ത്രക്രിയ കൊണ്ടും ചെയ്യും. ഈ മരുന്ന് കൊണ്ട് ചെയ്യുമ്പോൾ ആ മരുന്ന് ഉപയോഗിക്കുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻസ് മുതലുള്ള മരുന്നുകളാണ്. അപ്പോൾ അത്തരം മരുന്നുകൾക്കാണെങ്കിൽ പലതരത്തിലുള്ള സൈഡ് ഇഫക്ട്സ്, പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ആ മരുന്നുകൾ ഉപയോഗിക്കുന്നതാണെങ്കിലും ഈ മരുന്നുകൾ ആർക്ക് കൊടുക്കാം, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, ആ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണമെന്ന് പ്രത്യേക പരിശീലനം സിദ്ധിച്ച ആളാണ് ചെയ്യേണ്ടത്. ഇനി ശസ്ത്രക്രിയയാണെങ്കിലോ സങ്കീർണതകൾ കുറവില്ലാത്ത ഒരു ശസ്ത്രക്രിയ തന്നെയാണ് മെഡിക്കൽ ടെർമിനേഷന് ഉപയോഗിക്കുന്ന ശസ്ത്രക്രിയാ രീതികൾ. അത്തരം ശസ്ത്രക്രിയാ രീതികൾ ചെയ്യുന്നവർ ശസ്ത്രക്രിയയിലെ അടിസ്ഥാന ബാലപാഠങ്ങൾ മിനിമം അറിഞ്ഞിരിക്കേണ്ടതും ഇതിൽ പ്രത്യേക പ്രാവീണ്യം നേടിയിരിക്കേണ്ടവരുമാണ്. ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഭയപ്പെടുന്നത് ഇതൊരു നിസ്സാരപ്പെട്ട വിഷയമല്ല. കാരണം സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ദേശവ്യാപകമായി ചർച്ച ചെയ്യുകയും ഗേൾ ചൈൽഡിനെ കുറിച്ച് വളരെ അഭിമാനപൂർവ്വം ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സുരക്ഷയെ അങ്ങേയറ്റം അപകടത്തിലേക്ക്, ഒരു തിരിച്ച് കാളവണ്ടി യുഗത്തിലേക്ക് പോകുന്നു എന്ന് പറയത്തക്ക വിധത്തിൽ അപകടത്തിലേക്ക് വലിച്ചു നീട്ടുന്ന ഒരു പ്രക്രിയ ആയിരിക്കും ഇത്തരം ഒരു ഇടപെടൽ ഇങ്ങനെ വന്ന. കാരണം MTP ആർക്കും ചെയ്യാം എന്നുള്ളൊരവസ്ഥയിലേക്ക് വരിക. തിരിച്ചു വരാം. ഡോക്ടർ ജയപ്രകാശിന്റെ കൂടി അഭിപ്രായം നമുക്ക് അറിയേണ്ടതിരിക്കുന്നു. ഡോക്ടർ ജയപ്രകാശ്, IMAയുടെ പ്രതിനിധി പറയുന്നതിൽ നമുക്ക് പൂർണ്ണമായി അത് സ്വീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യവും കൂടിയുണ്ട്. പരസ്പര ബഹുമാനവും എല്ലാം മെഡിക്കൽ ഇതിനും അതിൻ്റേതായിട്ടുള്ള നന്മകളും തിന്മകളും ഉണ്ടെന്ന് തിരിച്ചറിയുന്നതും കൂടി വേണ്ട ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഇത്തരമൊരു നിലപാടുമായി വരുന്നത്. ഡോക്ടർ ജയപ്രകാശ് എങ്ങനെ പ്രതികരിക്കുന്നു? ഇപ്പോൾ ഈ 1971 ആക്ട് പ്രകാരം ഈ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ചെയ്യേണ്ട സാഹചര്യങ്ങൾ, ഇൻഡിക്കേഷൻസ്, അത് പിന്നെ അമ്മയുടെ സുരക്ഷിതത്വം സംബന്ധിച്ചിട്ടാണ് ഏറ്റവും വലിയ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് മുൻകൂട്ടി കണ്ടെത്താൻ കഴിയുന്ന ക്രോമസോമൽ ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ പിന്നെ മറ്റു തരത്തിലുള്ള വൈകല്യങ്ങളുണ്ടെന്ന് കണ്ടെത്താൻ കഴിയുന്ന, അങ്ങനെ 20 ആഴ്ചയ്ക്കകത്ത് ഇതെല്ലാം കണ്ടെത്താൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മൾക്ക് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വികസിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യേണ്ട ആൾ ആരാണെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി പറയുന്നത് ഒന്നുകിൽ ഒരു ഗൈനക്കോളജിസ്റ്റ്, അതല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ഗൈനക്കോളജി ഉള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു സീനിയർ ഹൗസൻസി ഗൈനക്കോളജിയിലുള്ള ഒരാൾ. ഇനി ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ 25 മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ചെയ്തിട്ടുള്ള, അസിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു MBBS ഡോക്ടർ. അപ്പോൾ ഇത് വെച്ചിരിക്കുന്നത് കൃത്യമായിട്ടും നമ്മൾ കാണുന്നത് ഒരു സാങ്കേതികത ഇതിനകത്ത് വളരെ വേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഗവൺമെൻറ് പുതിയൊരു ആക്ടിലേക്ക് വരുമ്പോഴത്തേക്ക് അത് 20 നിന്ന് 24 മാറ്റുന്നു. പിന്നെ ഈ രജിസ്റ്റേർഡ് സർവീസ് പ്രൊവൈഡർ എന്നുള്ള വാക്കിലേക്ക് മാറ്റി രജിസ്റ്റേർഡ് RMP എന്നുള്ള രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്നുള്ളതിന് പകരം വേർഡ് രജിസ്റ്റേർഡ് സർവീസ് പ്രൊവൈഡറിലേക്ക് മാറ്റിക്കൊണ്ട് യുനാനി, സിദ്ധ, അതുപോലെ തന്നെ മറ്റ് നഴ്സുമാരടക്കം ട്രെയിനിങ് കിട്ടിയവർക്ക് അടക്കം MTP ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇങ്ങനെ പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെൻറ്റിൻ്റെ ഒരു ന്യായം എന്ന് പറയുന്നത് ഇത് ഗ്രാമങ്ങളിൽ ഇത് സർവീസ് കൊടുക്കാൻ സംവിധാനം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇതിൽ ഒരു ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ കാണുമ്പോഴത്തേക്ക്
നിലവിൽ തന്നെ നമ്മൾ ഈ മെഡിക്കൽ ടെർമിനേഷൻ വലിയ തോതിലുള്ള ചോദ്യങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്, വിമർശനത്തിന്. പ്രത്യേകിച്ച് ഫീമെയിൽ ഫീറ്റിസൈഡ് പോലെയുള്ള വിഷയങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അത് 20-ൽ നിന്ന് 24-ലേക്ക് മാറുമ്പോൾ കൂടുതൽ വ്യക്തതയോടുകൂടി ഫീമെയിൽ ഫീറ്റിസൈഡ് നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അതുകൊണ്ട് 20-ൽ നിന്ന് 24-ലേക്ക് മാറുന്നത് പോലും യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അത് കൂടുതൽ പെൺ ഭ്രൂണഹത്യകൾക്ക് വിധേയമാകും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ രജിസ്റ്റേർഡ് സർവീസ് പ്രൊവൈഡർ എന്നുള്ള ഒരു മേഖലയിലേക്ക് മാറിപ്പോകുമ്പോൾ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർക്ക് പകരം അപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവണതകൾ ചെയ്യുന്നതിന് ഒരു പുതിയ ഗ്രൂപ്പ് സർവീസ് പ്രൊവൈഡർ എന്നുള്ള നാമത്തിൽ വരുന്നു എന്നുള്ളത്. അതായത് ഇവിടെ നമ്മൾ കാണേണ്ടുന്ന യുനാനിയിലും ഹോമിയോപ്പതിയിലും ആയുർവേദത്തിലും കൃത്യമായി അവരുടെ സിലബസിൻ്റെ ഭാഗമായിട്ട് മെഡിക്കൽ ഈ പറഞ്ഞ ഈ മോഡേൺ സയൻസ് കാണുന്ന രീതിയിൽ ഗർഭധാരണത്തെയും ഗർഭഛിദ്രത്തെയും കാണുന്നുണ്ടോ? അവരുടെ സിലബസിൻ്റെ റുട്ടീൻ കരിക്കുലം സിലബസ് ആക്ടിവിറ്റിയിൽ ഇത്തരം പരിശീലനങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ടോ? അങ്ങനെ പരിശീലനം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ രജിസ്റ്റേർഡ് സർവീസ് പ്രൊവൈഡർ എന്നുള്ള നാമധേയത്തിൽ ഈ കൂട്ടർ പ്രത്യേക നഴ്സുമാരടക്കം ഇത് ഒരുപക്ഷെ അലോപ്പതി വിഭാഗത്തിലേക്കുള്ള കടന്നുകയറ്റം മറ്റ് മെഡിക്കൽ വിഭാഗക്കാർ വരുന്നതിനോടുള്ള ഒരു അങ്ങനെ നമുക്കിതിനെ കാണാൻ കഴിയത്തില്ല. അലോപ്പതി മേഖലയിലേക്ക് മറ്റ് മേഖലയിലുള്ളവർ കടന്നു വരുന്നു എന്ന് പറയുന്നതിനകത്ത് കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് നമ്മൾ കാണേണ്ടുന്ന ഒരു ആയുർവേദമാണെങ്കിൽ ആയുർവേദത്തിൻ്റെ രീതിയിൽ വികസിക്കുകയും ഹോമിയോയുടെ രീതിയിൽ വികസിക്കുകയും സിദ്ധയും യുനാനിയും അതിൻ്റെതായ ട്രഡീഷൻ ഉണ്ട്. സങ്കര വൈദ്യമല്ല നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത്, സങ്കരവൈദ്യമല്ല. അതോടൊപ്പം ആയുർവേദത്തിന്റെ പ്രതി ഡോക്ടർ സജി PR, താങ്കൾ ആയുർവേദ മെഡിക്കൽ അസോസിയേഷന്റെ സ്റ്റേറ്റ് സെക്രട്ടറി കൂടിയാണ്. ഈ ഇത്തരമൊരു തീരുമാനം ഇത് വരുന്നത് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ അലോപ്പതി മെഡിസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വല്ലാത്ത പ്രതിരോധം എങ്ങനെ നിങ്ങൾ അതിനെ നോക്കിക്കാണുന്നു? ഞങ്ങൾ പൊതുവെ ഇതിനെ സ്വാഗതം ചെയ്യുന്നു, ഈ ഒരു തീരുമാനത്തെ. അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഗവൺമെൻറ് ഇതിനൊരു പശ്ചാത്തലമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. ഡോക്ടർ ജയപ്രകാശ് സാറ് പറഞ്ഞത് അമ്മയുടെ ആരോഗ്യം അല്ലെങ്കിൽ ഗർഭം ധരിക്കുന്ന സ്ത്രീയുടെ ആരോഗ്യം, വിമൺ ഹെൽത്ത്, അതേപോലെ തന്നെ ഡോക്ടർ പ്രശാന്ത് സൂചിപ്പിച്ച കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിനാവശ്യമായ ട്രെയിനിങ് കിട്ടിയ ഒരു ഗ്രൂപ്പായിരിക്കണം ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ഈ ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല വിലയിരുത്തേണ്ടത്. ഏകദേശം 6,40,000-ഓളം ഗ്രാമങ്ങളുള്ള ഇന്ത്യയിൽ നമ്മുടെ കണക്കുകളനുസരിച്ച് ഏകദേശം ഇന്ത്യയിലെ കണക്കുകളനുസരിച്ച് തന്നെ 50-ഓളം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളിലും 50% ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും മാത്രമേ ഇതിനുള്ള യഥാർത്ഥ സൗകര്യങ്ങൾ നിലവിലുള്ളൂ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഈ every 2 hours എ വുമൺ ഈസ് കിൽഡ് ഡ്യൂ ടു ദിസ് പ്രോബ്ലം. അതായത് സേഫ് ആയിട്ടുള്ള അബോർഷൻ നടക്കാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു 8% പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ആധുനിക മെഡിസിനെ കുറിച്ചുള്ള പഠനങ്ങൾ വന്നിരിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ഇതിന് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു രംഗമായിട്ട് ഇതിനെ മാറ്റേണ്ടതുണ്ട്. അതിനെ ഒരു ഐപാസ് എന്ന് പറഞ്ഞൊരു NGO ആണ് ഇതിൻ്റെ വളരെ വിശദമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഏകദേശം 17 രാജ്യങ്ങളിൽ ഈ MBBS അല്ലാതെയുള്ള സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ സേവനം നിലവിലുണ്ട്. അല്ല, ഒറ്റ സംശയം, ഈ നിങ്ങൾ പഠിക്കുന്നു ഇപ്പോൾ MBBS പോലെ തന്നെ BAMS ആണെങ്കിലും 6 വർഷത്തോളം പഠിച്ച് ഹൗസ് സർജൻസിയും കഴിഞ്ഞ് ഇറങ്ങുന്നതാണെങ്കിൽ പോലും നിങ്ങളുടെ സിലബസിൽ ഈ ഗൈനക്കോളജിക്കൽ മെത്തഡോളജിയുടെ എന്തെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങൾ കോഴ്സിൻ്റെ ഭാഗമായിട്ടും ഹൗസ് സർജൻസി ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടും വളരെ കൃത്യമായിട്ടുള്ള പരിശീലനം നേടുന്നുണ്ട്. ഈ അടുത്ത കാലത്താണ് ഗവൺമെൻറ് കേരളത്തിൽ നമ്മുടെ പൂജപ്പുര വിമൻ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ, ആയുർവേദ ഹോസ്പിറ്റലിൽ ഇതിനുള്ള പരിശീലനം നൽകാത്ത രീതിയിലുള്ള, അവിടെ സംവിധാനമെല്ലാം ഉണ്ടെങ്കിലും ആ തുടർ പരിശീലനത്തിനുള്ള സംവിധാനങ്ങൾ മോഡേൺ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കാൻ ഗവൺമെൻറ് ബാധ്യസ്ഥമാണെങ്കിലും അതിനുള്ള നടപടികളിലേക്ക് കടക്കാത്തൊരു സാഹചര്യത്തിൽ ഇപ്പോൾ അതുകൂടാതെ ഈ ആധുനിക ആശുപത്രികൾ, മോഡേൺ ആശുപത്രികളിൽ ഈ നൽകി വന്നിരുന്ന ട്രെയിനിങ് നിർത്തലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെ സ്ഥിതി വിപരീതമാണ്. അവിടെ കൃത്യമായിട്ട് ഇതിനുള്ള സൗകര്യങ്ങളും എല്ലാം വളരെ കൃത്യമായി. നമുക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ, എല്ലാവർക്കും പങ്കെടുക്കാനുള്ള ഒരു കാര്യം ചോദിച്ചോട്ടെ ഡോക്ടർ സജി. അതായത് എന്തിനാണ് ഇപ്പോൾ ഇങ്ങനൊരു നിയമം? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം താങ്കൾ പറഞ്ഞു, ഗ്രാമീണ മേഖലകൾ കേരളം ഒഴിച്ചു നിർത്തിയാൽ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇതിൻ്റെ ആവശ്യകതയുണ്ടെന്ന്. അതോടൊപ്പം തന്നെ ദുരുപയോഗത്തിനുള്ള വല്ലാത്ത ഒരവസ്ഥയും കൂടെ നിലനിൽക്കുന്നില്ലേ? ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകളും. ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവരുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ളൊരു പശ്ചാത്തലം, അത് ഏത് പരിധിയിലൊക്കെ ഉപയോഗിക്കാം. അത് രജിസ്റ്റേർഡ്, പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് രജിസ്റ്റേർഡ് സർവീസ് പ്രൊവൈഡർ. നമ്മൾ ഏത് നിയമമായാലും ഇന്ത്യയിൽ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഈ നിയമത്തിനും അതേപോലുള്ള ചാൻസുകളുണ്ട്, അത് ഞങ്ങൾ അംഗീകരിക്കും. ആയിക്കോട്ടെ, തിരിച്ചു വരാം. ഡോക്ടർ ഗണേഷ് ദാസ്, ഹോമിയോപ്പതിയുടെ പ്രതിനിധിയാണ്. താങ്കൾ ഹോമിയോപ്പതി കോളേജ് ലെക്ചറർ കൂടിയാണ്. ഹോമിയോപ്പതിയിൽ ഗർഭഛിദ്രം നടത്താനുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളുണ്ടോ, നടത്തിയിട്ടുണ്ടോ, നടത്താറുണ്ടോ?
ഹോമിയോപ്പതി എറണാകുളത്തെ ഹോമിയോ മെഡിക്കൽ കോളേജിലെ അധ്യാപകനാണ് ഞാൻ. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷനെ റെപ്രസെൻ്റ് ചെയ്താണ് ഞാനിവിടെ ഉള്ളത്. ചോദ്യം വളരെ വ്യക്തമാണ്. ഹോമിയോപ്പതി സിലബസിൽ ഇപ്പോൾ ആസ് ഓഫ് നൗ ഗർഭഛിദ്രം നടത്താനോ അല്ലെങ്കിൽ അതുപോലെയുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സ് നടത്താനോ ഉള്ള ട്രെയിനിങ് ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. താങ്കളുടെ സയൻസും അതിനെതിരാണെന്ന് തോന്നുന്നു. താങ്കളുടെ മെഡിക്കൽ സയൻസും അതിനെതിരാണെന്ന് തോന്നുന്നു അല്ലേ? തുടങ്ങും എന്നുള്ള ധാരണ തെറ്റാണ്. ഹോമിയോപ്പതി വൈദ്യശാസ്ത്രം സർജറി എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് ഞങ്ങളിലേക്ക് പരിശീലനം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് കണ്ടുപഠിക്കാനും സർജറിക്കൽ അസുഖങ്ങൾ എന്താണ് എന്ന് കണ്ടുപഠിക്കാനുള്ള അവസരം കിട്ടുന്നു എന്നുള്ളതല്ലാതെ സർജറി ചെയ്യാനുള്ള പരിശീലനം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ MTP എന്ന് പറയുന്ന ഒരു ടെക്നിക്കലായിട്ടുള്ളൊരു സംഗതി ചെയ്യാൻ ഹോമിയോപ്പതി ഡോക്ടർമാർ ട്രെയിൻഡ് അല്ല. അതുകൊണ്ട് തന്നെ ഈ നിയമം വന്നാൽ ഉടനെ തന്നെ ഹോമിയോപ്പതി ഡോക്ടർമാർ ആരും തന്നെ MTP ചെയ്യാൻ ഉടനെ തന്നെ തുടങ്ങാൻ എന്തായാലും സാധ്യതയില്ല. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് അങ്ങനെ ഒരു അമെൻമെൻറ്റ് ഈ MTP ആക്ടിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വൈഡായിട്ട് അവരെന്തെങ്കിലും ഒരു പ്ലാൻ ഇതിനകത്ത്, ഒരു മാസ്റ്റർ പ്ലാൻ ഇതിനകത്ത് ഉണ്ടാവും. വ്യക്തമായ പരിശീലനം തരികയും അതുപോലുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ കേരളത്തിലുള്ള ഹോമിയോ ഹോസ്പിറ്റലുകളിലോ മെഡിക്കൽ കോളേജുകളിലോ അതിനുള്ള സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയും വ്യക്തമായ പരിശീലനം നൽകുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണലുകൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചേക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തിരിച്ചു വരാം. ഡോക്ടർ പ്രശാന്ത്, ഒരു ന്യായമായ സംശയമാണ്. അതായത് പലപ്പോഴും ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോപ്പതി അല്ലെങ്കിൽ മറ്റുള്ള പാരലൽ മെഡിസിൻ എന്നാണല്ലോ പറയുക. അലോപ്പതി മെഡിസിൻ, പാരലൽ മെഡിസിനെ ഒരു രീതിയിലും IMA അംഗീകരിക്കുന്നുമില്ല, അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ ധ്രുവങ്ങളിലൂടെയാണ് ചിന്താധരണയും പ്രവർത്തിക്കുന്നത്. അതേസമയം പറയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം മോഡേൺ മെഡിസിൻ, പ്രത്യേകിച്ച് അലോപ്പതിക് ഡോക്ടർമാർ, അലോപ്പതി വിഭാഗം കൈകാര്യം ചെയ്യുന്ന വിദഗ്ധർ അർബൻ ബേസ്ഡ് ആണ്. അതായത് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോലും തയ്യാറാവുന്നില്ല. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഗവൺമെൻറ് തന്നെ കണ്ടൻസ്ഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വരെ ആരംഭിക്കേണ്ട സാഹചര്യം വന്നു. നിർബന്ധിതമായിട്ട് മെഡിക്കൽ കോളേജിൽ പഠിച്ച് ഇറങ്ങുന്നവർ ഗ്രാമങ്ങളിൽ പോയി പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള നിയമം വരെ കൊണ്ടുവരേണ്ട സാഹചര്യം വന്നു. ഇതൊക്കെ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്ക് വഴിവെച്ചിട്ട് കാണില്ലേ? ആദ്യം തന്നെ ആ തെറ്റിദ്ധാരണ അങ്ങ് മാറ്റിയേക്കാം. IMA എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിനെയും ഹോമിയോയെ എതിർക്കാൻ നടക്കുന്നവർ എന്നുള്ളൊരു തെറ്റിദ്ധാരണ സമൂഹത്തിനും വേണ്ട, നമുക്ക് ആർക്കും വേണ്ട. ഇത് ഓരോ സിസ്റ്റവും ജയപ്രകാശ് സാർ സൂചിപ്പിച്ചതുപോലെ ഓരോരുത്തരും അവരവരുടേതായ സംവിധാനങ്ങളുടെ നന്മയെ ഉപയോഗിച്ച് ഗവേഷണത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇവിടെ സമൂഹത്തിന് ആവശ്യം നമ്മളിവിടെ പ്രത്യയശാസ്ത്രങ്ങളുടെ മാത്രം വിജയമല്ല, സമൂഹത്തിൻ്റെ ആരോഗ്യം ആര് സംരക്ഷിക്കുമെന്നുള്ളതാണ്. ഇനി രണ്ട്, ഈ പറഞ്ഞ വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം നിലപാടെന്ന് വെച്ചാൽ സാധാരണക്കാരൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ സർക്കാർ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോൾ ശാസ്ത്രബോധത്തിന് തീർച്ചയായും ഇപ്പം ഹോമിയോക്കാർ എനിക്ക് അവരോട് അഭിനന്ദിക്കാൻ തോന്നുന്നു. കാരണം അവർക്ക് പരിശീലനം ലഭിക്കുന്നില്ല എന്ന് തുറന്നു പറയാൻ കാണിച്ചു. അപ്പോൾ പിന്നെ സിദ്ധൻ്റെയും യുനാനിയുടെയും ഒക്കെ സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ നമുക്ക് അവരുടെ ആരുടെയും നന്മകളെ താഴ്ത്തിക്കെട്ടാനല്ല, ഓരോ പ്രൊഫഷനും അതിൻ്റെതായ മേന്മയുണ്ട്. ഡോക്ടർ, പല ഹോസ്പിറ്റലുകളിലും നഴ്സുമാരാണെന്ന് കേട്ടിട്ടുണ്ട്. ഇല്ല, അത് തെറ്റിദ്ധാരണ. ഇല്ല. ഇപ്പോൾ IMA നമ്മുടെ ആരോഗ്യം ഈ ലക്കം കേരളത്തിലെ വ്യാജന്മാരെ കുറിച്ചുള്ള പതിപ്പാണ്. ഞങ്ങൾ അന്വേഷിച്ചു പോയപ്പോൾ ഇവിടെ ഒരുപാട് ഈ MTP അടക്കമുള്ള സ്ഥലങ്ങൾ നടത്തുന്ന MTP അനധികൃതമായി നടത്തുന്ന കേന്ദ്രങ്ങൾ നമ്മൾ കണ്ടെത്തുകയുണ്ടായി. ഇവിടെ സേഫ് കേരളയുടെ ഭാഗമായി സർക്കാർ തന്നെ ഇപ്പോൾ റെയ്ഡിന് തയ്യാറെടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി പറയാം, ഗ്രാമങ്ങളിലേക്ക് പോകാൻ IMAക്കോ ഡോക്ടർമാർക്കോ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഡോക്ടർമാർക്കോ മടിയില്ല. പക്ഷേ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ മാന്യമായ ഒരു വേതനം നൽകാനും അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർമാർക്ക് ബാത്റൂമും കിടക്കാൻ ഒരു മിനിമം കട്ടിലും സൗകര്യമൊക്കെ കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഗ്രാമങ്ങളിലേക്ക് ഡോക്ടർമാർ പോകുന്നില്ല എന്നുള്ളത് സർക്കാർ സമൂഹവും. ഡോക്ടർ, നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പായി ഡോക്ടർ ജയപ്രകാശിൻ്റെ അഭിപ്രായങ്ങളുണ്ട്. ഈ മെഡിസിൻ അല്ലെങ്കിൽ ഈ വിഷഗുരൻ എന്നുള്ള ആ തൊഴിൽ ചെയ്യുന്ന അത് ഒരു തൊഴിലിനപ്പുറത്ത് ഒരു കല കൂടിയാണ്. അല്ലെങ്കിൽ ഒരേ പുസ്തകം തന്നെ പഠിക്കുന്നവരാണ് എല്ലാവരും. ചിലർ നല്ല ഡോക്ടർമാർ, ചിലർ മോശം ഡോക്ടർമാർ എന്ന് വരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ വകഭേദം ഒരു എന്താ പറയുക, ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് സാധിക്കില്ലേ? കാരണം ഇന്ത്യയുടെ തനതായ വളരെ ഒരുപാട് വർഷങ്ങളുടെ ചരിത്രമുള്ള ആയുർവേദം അല്ലെങ്കിൽ മറ്റ് മെഡിസിൻ മേഖലകളെ തീർത്തും തള്ളിപ്പറയേണ്ട സാഹചര്യമാണോ ഉള്ളത്? ഇല്ല, അങ്ങനെ ഓരോരോ വിഭാഗങ്ങളെയും തള്ളിപ്പറയുന്നതിനകത്ത് കാര്യമില്ല. ഇപ്പോൾ ആയുർവേദത്തിനെ തള്ളിപ്പറയുന്നതോ സിദ്ധയോ അല്ലെങ്കിൽ യുനാനിയോ ഹോമിയോയെ തള്ളിപ്പറയുന്ന ഓരോരോ ഏറ്റവും ശരിയായ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ വൈദ്യ മേഖലയും അതിൻ്റേതായ രീതിയിൽ വികസിച്ച് വന്ന് കൂടുതൽ നവീകരിക്കപ്പെടുകയും ഈ എവിഡൻസ് ബേസ്ഡ് ആയിട്ട്, ഒബ്ജക്റ്റിവിറ്റി എവിഡൻസ് ബേസ്ഡ് ആയിട്ട് വരേണ്ടതാണ് നല്ല രീതി. അല്ലാതെ ഈ സങ്കരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് മണി ഓറിയൻറ്റഡ് ആയിട്ട് മാറും.
അതായത് ആയുർവേദ ഡോക്ടർ ഇന്ന് മോഡേൺ മെഡിസിൻ ആൻറ്റിബയോട്ടിക്സ് എഴുതുന്നു. ഇനി അലോപ്പതിയിലിരിക്കുന്ന ഒരുപാട് ഡോക്ടർമാർ ഇത് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഒരുപാട് കഷായങ്ങൾ ലേഖ്യം എഴുതുന്നു. ബുദ്ധി വർദ്ധിപ്പിക്കാനെന്നുള്ള രീതിയിൽ പല ആയുർവേദിക് പ്രോഡക്ട്സും എഴുതുന്നു. ഹെപ്പറ്റൈറ്റിസിന് വേണ്ടി ചില ആയുർവേദിക് പ്രോഡക്റ്റ് എഴുതുന്ന അലോപ്പതി ഡോക്ടർമാരുണ്ട്. അതുകൊണ്ട് അലോപ്പതി ഡോക്ടർമാരെല്ലാം കുറ്റം ചെയ്യാത്ത കേമന്മാരായി ഒതുങ്ങി നിൽക്കുന്നുവെന്ന് ഞാൻ പറയുന്നില്ല. ഇത് സങ്കര വൈദ്യം പലപ്പോഴും ജനങ്ങളുടെ നന്മയ്ക്കല്ല, ജനങ്ങളുടെ തെറ്റിദ്ധാരണയും ബോധമില്ലായ്മയും മുതലെടുത്തും കൊണ്ട് ഓരോരുത്തരും സ്വന്തം നിലയിൽ കൂടുതൽ പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ് വരുന്നത്. ഇപ്പോൾ MTP ആക്ടിൻ്റെ ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് MTP ആക്ട് ഈ റിവിഷനിലേക്ക് വരുമ്പോഴത്തേക്ക് പറ്റുന്നത് നിലവിൽ ഫീമെയിൽ ഫീറ്റിസൈഡ് ഇത് കൂടി ചേർത്ത് ചർച്ച ചെയ്യണം. ഒരു വലിയ വെല്ലുവിളിയാണ് ഇത്. ഇപ്പം ഈ നിലവിൽ അലോപ്പതി ഡോക്ടർമാർ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയിൽ തന്നെ പെൺഭ്രൂണഹത്യ വലിയൊരു മേഖലയായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡെവലപ്ഡ് സ്റ്റേറ്റ്സിലും ഡെവലപ്ഡ് ഡിസ്ട്രിക്ട്സിലുമാണ് പെൺഭ്രൂണഹത്യ മൂലം ആൺപെൺ അനുപാതം മാറിയിട്ടുള്ളത്. ഇത് മാറ്റിക്കൊണ്ട് രജിസ്റ്റേർഡ് സർവീസ് പ്രൊവൈഡർ എന്നുള്ള മേഖലയെ ഒരു വാക്ക് മാറ്റിക്കൊണ്ട് മുഴുവൻ പേരെയും ഇതിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പം നിലവിലുണ്ടായിട്ടുള്ള തെറ്റായ പ്രവണതകളെ കൂടുതൽ ജനകീയവൽക്കരിച്ച് കൂടുതൽ ആളുകളെ പറ്റിക്കുന്നതിനുള്ള സംവിധാനം വരുമെന്നുള്ളതാണ്. എന്തായാലും ചില പഠനങ്ങളൊക്കെ നടത്തിയതിനു ശേഷമായിരിക്കും ഇത്തരം ഒരു നടപടിയിലേക്ക് പോകുന്നതെന്നാണ് അനുമാനിക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഇടവേളയിലേക്ക് പോകുന്നു. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം ചർച്ച ചെയ്യാൻ പറ്റുന്ന രണ്ട് വിഷയങ്ങൾ. ഒന്ന്, ഈ പറയുന്ന അലോപ്പതിക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ടെന്ന് ആയുർവേദക്കാർ ആരോപിക്കുന്നു. അതായത് ആയുർവേദത്തിലെ ആളുകൾ അലോപ്പതി പരീക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത്, അതായത് രോഗനിർണയത്തിൻ്റെ ക്രെഡിറ്റ് അലോപ്പതിക്കാർക്ക് മാത്രം അവകാശപ്പെട്ടത് എന്ന് പറയാൻ പറ്റില്ല. അതൊരു മോഡേൺ സയൻസ് ആണ്, അത് മെഡിസിൻ അല്ല എന്നുള്ള വാദഗതിയും. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിയമ ഭേദഗതി ബില്ലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ന്യൂസ് ന്യൂസിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗർഭഛിദ്രം നടത്താൻ ആയുർവേദ, ഹോമിയോ തുടങ്ങിയ പാരലൽ മെഡിസിൻ്റെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അനുമതി നൽകുന്നതുൾപ്പെടെയുള്ള കാതലായ മാറ്റങ്ങളാണ് 1971 സ്ഥാപിതമായി ഈ നിയമത്തിൽ വരുത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. നമ്മുടെ അറിവ് പ്രകാരം ഡോക്ടർ ജയപ്രകാശ് പറഞ്ഞു 2002 ചെറിയൊരു അമെൻമെൻറ്റ് മാത്രമാണ് ഈ നിയമത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ വരുന്ന പാർലമെൻറ്റ് സെഷനിൽ ഈ വർഷകാല സമ്മേളനത്തിൽ ഇത് അവതരിപ്പിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഗവൺമെൻറ് ഇത്തരം ഒരു നിലപാടിലേക്ക് പോയത്? ഗവൺമെൻറ് പറയുന്നതിനകത്തൊരു ന്യായം എന്ന് പറയുന്നത് റൂറൽ മേഖലയിൽ മോഡേൺ മെഡിസിൻ ഡോക്ടർമാരെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടത് 1946 ബോർ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഏറ്റവും ബാക്ക് ബോണായിട്ട് നമ്മൾ ഇന്ത്യയിൽ വിഭാവന ചെയ്തിട്ടുള്ളത്. ഈ ബോർ കമ്മിറ്റി മറ്റ് രാജ്യങ്ങൾ, സമീപ രാജ്യങ്ങളെല്ലാം മോഡലായിട്ട് എടുത്തപ്പോൾ നമ്മളിവിടെ ഈ ഇത്രയും 70-60 കൊല്ലത്തിനുള്ളിൽ എന്തുകൊണ്ട് നമ്മളെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഒരു ശൃംഖലയായിട്ട് നെറ്റ്വർക്കായിട്ട് വികസിപ്പിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല? അവിടങ്ങളിൽ ഈ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി എന്തുകൊണ്ട് നിലവിൽ റൂറൽ പോസ്റ്റിംഗ് ഡോക്ടർമാർക്ക് നടത്തിക്കൊണ്ട് അവർക്ക് പരിശീലനം കൊടുക്കാൻ കഴിയുന്നില്ല? അപ്പോൾ ഗവൺമെന്റ് തന്നെയാണ് പരാജയപ്പെട്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അതുപോലെ റൂറൽ സർവീസിന് വേണ്ടി ഡോക്ടർമാർക്ക് ആക്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു. റൂറൽ സർവീസിന്റെ നിർബന്ധിത ഗ്രാമീണ സേവനം എന്തുകൊണ്ട് ഗവൺമെന്റ് അതിന് പുറകിലേക്ക് പോയി? അതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. ഗ്രാമീണ സർവീസ് ഡോക്ടർമാർക്ക് കൊടുക്കൂ, അതിനുശേഷം അവർ PG എൻട്രൻസ് എഴുതിയാൽ മതി. അതിനുശേഷം അവർക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള റൂറൽ സർവീസ് ചെയ്യാൻ തുടർന്നും ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടാകും. ശരി, നമുക്ക് വരാം. ആ വിഷയം നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യണം. ഡോക്ടർ സജി, സാധിക്കുമോ ഇത്തരം ഒരു തീരുമാനം സർക്കാർ എടുക്കുമ്പോൾ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ആയുർവേദ മെഡിസിൻ മേഖലയ്ക്ക് ഈ പ്രത്യേകിച്ച് ഒട്ടേറെ വിവാദങ്ങളും സാമൂഹ്യ പ്രശ്നവും നിലനിൽക്കുന്ന സ്ത്രീ സുരക്ഷ, സ്ത്രീ ആരോഗ്യം, അതുപോലെ തന്നെ പെൺഭ്രൂണഹത്യ, ഒരുപാട് വിഷയങ്ങൾ, ഇതിൽ നൂലാമാലകളുള്ള ഒരു വിഷയത്തിൽ ആയുർവേദത്തിനെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നത് വഴി എന്ത് മാറ്റമാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡോക്ടർ പ്രശാന്ത് പറഞ്ഞെടുത്ത് തന്നെ തുടങ്ങാം. ഇതിൽ ഏറ്റവും ആവശ്യം പ്രധാനപ്പെട്ട ട്രെയിനിങ് ആണ്. ഈ ട്രെയിനിങ് കിട്ടിയ ആളുകൾ ഈ ഒരു രീതിയിലേക്ക് ഇങ്ങനൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അതിന് യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് 17 രാജ്യങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങൾ നമ്മുടെ ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ച ഐപാസ് എന്ന സംഘടന പറയുന്നത്. രജിസ്റ്റേഡ് ബംഗ്ലാദേശ്, നേപ്പാൾ അതുപോലെയുള്ള ഡെവലപ്ഡ് കൺട്രീസിലടക്കം നഴ്സുമാരടക്കം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ MTP എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം, ഗ്രാമീണ മേഖലയിലുണ്ടായ പശ്ചാത്തലം എന്ന് വെച്ചാൽ ഒരു ഹിന്ദുവിൽ വന്ന ഒരു ആർട്ടിക്കിളാണ്. ഒരു സ്ത്രീ അവരുടെ ഒരു 3 പ്രാവശ്യത്തോളം ഈ കൃത്രിമമായിട്ട് അബോർഷൻ നടത്താൻ വേണ്ടി ഒരു പ്രത്യേക തരത്തിലുള്ള കമ്പ് വജനിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയും അവർക്ക് നാലാമത്തെ പ്രാവശ്യം അതിന് ശ്രമിച്ചു 3 പ്രാവശ്യം സക്സസ്ഫുള്ളായി ബ്ലീഡിങ് ഉണ്ടാക്കാൻ വേണ്ടി സക്സസ്ഫുള്ളായി. 4ാമത്തെ പ്രാവശ്യം അതിന് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഹെവി ബ്ലീഡിങ് ഉണ്ടാവുകയും ഒരു 2-3 ദിവസത്തിന് ശേഷം ഈ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ഡോക്ടർ പറഞ്ഞത് ഒരു ദിവസം കൂടി വൈകിയിരുന്നെങ്കിൽ അവരുടെ ജീവൻ അപകടത്തിലാകുമായിരുന്നു. അശാസ്ത്രീയമായ രീതിയിലുള്ള കൈകാര്യം ചെയ്യും. നമുക്ക് സമയപരിമിതികളാണ് ഇടപെടുന്നത്. ഇപ്പോൾ ഈ ആയുർവേദ മെഡിക്കൽ മേഖലയിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടോ? തീർച്ചയായും
നമ്മുടെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് തന്നെ അതിന് വലിയൊരു സെൻ്ററുണ്ട്, ഗൈനക്കോളജി ഹോസ്പിറ്റലുണ്ട്, ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, മോഡേൺ വിങ് ഉണ്ട്. എല്ലാ രീതിയിലും കൈകാര്യം ചെയ്യാൻ ഇതിന് കേപ്പബിൾ ആണ്. അല്ല, ഈ ഡയഗ്നോസിസ് അതുപോലെ ഇൻവെസ്റ്റിഗേറ്റീവ് പ്രൊസീജിയർ അതൊക്കെ നടത്താനുള്ള സംവിധാനം ഉണ്ടോ എന്നാണ് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, തിരിച്ചു വരാം. ഡോക്ടർ ഗണേഷ് ദാസ്, താങ്കളോട് അധികം ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിച്ചില്ല. എങ്ങനെ പ്രതികരിക്കുന്നു ആ ഹോമിയോപ്പതിക് മെഡിസിൻ ഇപ്പോൾ അബോർഷൻ എന്നുള്ള അതിസങ്കീർണമായ മെഡിക്കൽ മേഖലയിലേക്ക് കൂടി കടക്കാനുള്ള ഒരു ബില്ലാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്നത്? അതൊരു വെല്ലുവിളി തന്നെയല്ലേ? അതൊരു വെല്ലുവിളി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം കാണുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. ഇന്ത്യ ഒരു വലിയ രാജ്യമായി നമ്മൾ സങ്കല്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റൂറൽ മേഖല, ഇന്ത്യ ഒട്ടാകെയുള്ള റൂറൽ മേഖലകളിൽ മതിയായ വൈദ്യശാസ്ത്ര സൗകര്യങ്ങളുണ്ടെന്നോ അല്ലെങ്കിൽ അവിടെ ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷണൽസ് എല്ലാവരും ഈ ഒരു കാര്യം നടത്തിക്കോട്ടെ എന്ന് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കാൻ അല്ലെങ്കിൽ അവർ ആ തീരുമാനത്തിലേക്ക് എത്താൻ അവർ ആലോചിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹോമിയോ അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടർമാർ അല്ലെങ്കിൽ യുനാനി, സിദ്ധ അല്ലെങ്കിൽ പാരാമെഡിക്കൽ സ്റ്റാഫ് അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുകയാണെങ്കിൽ, കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ ഒരു നിയമം നടപ്പാക്കാൻ ആലോചിക്കുമ്പോൾ അവർക്കൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവും, അവരങ്ങനെ ഒരു പരിശീലനം എല്ലാവർക്കും കൊടുക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ, ആ പരിശീലനം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വാളിഫൈഡ് മെഡിക്കൽ പ്രൊഫഷണൽ എന്ന നിലയ്ക്ക്, ഒരു ഹോമിയോ ഡോക്ടർ എന്ന നിലയ്ക്കും എനിക്കും ഇത് ചിലപ്പോൾ ഇത് ചെയ്യാൻ സാധിച്ചേക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ മതിയായ ട്രെയിനിങ് കിട്ടാത്ത സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്രയും പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലാൻ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. നമുക്ക് അവസാനത്തിലേക്ക് ഡോക്ടർ പ്രശാന്ത് പറഞ്ഞോളൂ. ഇല്ല, സമയം. ഡോക്ടർ പ്രശാന്ത്, അവസാനമായി ചോദിക്കുന്നത്, ഇപ്പോൾ ഈ ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോ വിഭാഗങ്ങൾ ഇതിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതേസമയം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ നിലപാടിൽ എല്ലാ മേഖലകളിലുള്ളവർക്കും അല്ലെങ്കിൽ ഇതുപോലെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലല്ലോ. ഇന്ത്യയിലെ പല ഗ്രാമമേഖലകളിലും ചെന്നെത്തുന്ന വിധത്തിലുള്ള സൗകര്യങ്ങളും അല്ലെങ്കിൽ മെഡിക്കൽ സർവീസ് ലഭ്യമാക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കലായിരിക്കാം ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഒരു ഉൾക്കൊള്ളൽ, അതായത് ആയുർവേദത്തിൻ്റെയോ അല്ലെങ്കിൽ ഹോമിയോയുടെയോ മെഡിസിൻ്റെ സാധ്യതകളെ ഉൾക്കൊള്ളാനുള്ള ഒരു മനോഭാവം കൂടി IMAക്ക് കൈവരിക്കാൻ സാധിക്കില്ലേ? ഇവിടെ IMAക്ക് ദേശീയ തലത്തിൽ തന്നെ ആവോ ഗാവോ ചലേ എന്ന് പറഞ്ഞ ഒരു വലിയ പദ്ധതിയുണ്ട്. വരൂ ഗ്രാമങ്ങളിലേക്ക് പോകാമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഗ്രാമങ്ങളിലേക്ക് പോകാൻ ഇവിടെ ഡോക്ടർമാർ തയ്യാറല്ലാത്തൊരു സാഹചര്യമല്ല. പിന്നെ എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നത് പോലെ ഇവിടെ ആവശ്യത്തിന് വിദഗ്ധരില്ലെങ്കിൽ എല്ലാവരും കയറി വിദഗ്ധരായിക്കോട്ടെ എന്നൊക്കെ. അല്ല, ഡോക്ടർ ജയപ്രകാശ് ഇതിനു മുമ്പ് ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. അതേക്കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്. അതായത് തീർത്തും തൃപ്തനല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനൊരു ബില്ല് വരുന്നു, അതേക്കുറിച്ചൊരു സമഗ്രമായ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു അവബോധം ജനങ്ങളിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് മുൻപ് ഇത് വരുന്നതിന്റെ ഒരു അപകടത്തെക്കുറിച്ചാണ് അദ്ദേഹം സൂചന നൽകിയത്. അതെ, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളും ഇവിടെ പറയുന്നത്, ശാസ്ത്രീയമായി നടക്കേണ്ട ഒരു പ്രക്രിയ തീർച്ചയായിട്ടും മോഡേൺ മെഡിസിനിൽ അടിസ്ഥാന പരിശീലനം ഉള്ളവരാണ് ഇത് ചെയ്യേണ്ടത്. ആയിക്കോട്ടെ, നമുക്ക് ഈ ചർച്ച ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഏതായാലും ഇനിയും ചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വളരെയധികം നന്ദി ഡോക്ടർ ജയപ്രകാശ്, അതോടൊപ്പം ഡോക്ടർ സജി, ഡോക്ടർ ഗണേഷ് ദാസ്, ഡോക്ടർ പ്രശാന്ത്.